ചാലക്കുടി നഗരസഭ പുതുവത്സരം ആരംഭിക്കുന്നത് ഇങ്ങനെയൊരു നന്മ നിറഞ്ഞ ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചാലക്കുടി നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ഏറ്റവും അത് എല്ലാ കാലഘട്ടത്തിലും ഓർമ്മിക്കപ്പെടുന്ന തരത്തിൽ ഉള്ളൊരു മനോഹരമായ പദ്ധതിക്ക് സുവർണഗ്രഹം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ആഘോഷങ്ങളും നടത്തുമ്പോൾ ഏറ്റവും സാധാരണക്കാരെ, ഏറ്റവും പാവപ്പെട്ടവരെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി ഞാൻ കാണുന്നു. എല്ലാവർക്കും നമസ്കാരം. ചില മനോഹരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മങ്ങാത്ത മായാത്ത മുദ്ര ചാലിച്ച ചില ജൂബിലി വർഷങ്ങളിൽ സന്നദ്ധ സംഘടനകൾ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കും. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കേരളത്തിലെ മറ്റ് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മുനിസിപ്പാലിറ്റി അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിന് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലൊരു പദ്ധതി പ്രഖ്യാപിച്ചത് ചാലക്കുടി നഗരസഭയാണ്. സുവർണഗൃഹം പദ്ധതി. 50 വീടുകൾ ചാലക്കുടി നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഓർമ്മയ്ക്ക് 50 വീടുകൾ പണിത് കൊടുക്കും. നിർധനരായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പണിത് കൊടുക്കുന്ന ഒരു വലിയൊരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് സുവർണഗൃഹം എന്ന് അന്നത്തെ ഭരണസമിതി അതിനെ പേരിട്ടപ്പോൾ ഞാനതിനെ വിളിച്ചത് സ്വർണ്ണഗൃഹം എന്നാണ്. കാരണം അത്ര മനോഹരമായൊരു പദ്ധതിയായിരുന്നു. വേറെ ഒരു നഗരസഭകളും ഇങ്ങനെ ചെയ്തിട്ടില്ല. അതിന് വേറെ പ്രത്യേകതയുണ്ട്. സർക്കാർ ഫണ്ടില്ലാതെ അഭ്യുദയകാംക്ഷികളുടെയും സുമനസ്സുകളുടെയും ഒക്കെ സഹകരണവും സന്നദ്ധ സംഘടനകളൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പണം കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും അഭിമാനകരമായിട്ടൊരു പദ്ധതിയായിരുന്നു സുവർണഗൃഹം പദ്ധതി. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്തെ അന്നത്തെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പിടിവലിയും ഈഗോ ക്ലാഷും അവൻ അങ്ങനെ ഫുൾ ക്രെഡിറ്റ് കൊണ്ടുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില സമവാക്യങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ തന്നെ അർഹതപ്പെട്ട ആളുകൾക്ക് അതിൽ വീട് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശോഭ സ്വർണ്ണഗൃഹം പദ്ധതി എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആ പേര് മാറ്റി പറയേണ്ടി വന്നു. അതിൽ ഏറ്റവും അർഹതപ്പെട്ട ജിഷോയ് എന്ന് പറയുന്നൊരു ചേട്ടൻ, ആ ചേട്ടന് ആരൊക്കെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്, അന്ന് ആരൊക്കെയാണ് ആ ജിഷോയ് എന്ന് പറയുന്ന ട്രാംവേലയിൽ താമസിക്കുന്ന ഇപ്പോഴും ഏകാംഗനായി താമസിക്കുന്ന ആ വ്യക്തിക്ക് ഉറപ്പ് നൽകിയത് അവരൊക്കെ ഇപ്പോൾ അത് മറന്നുപോയി. അന്നത്തെ അവിടുത്തെ കൗൺസിലറായിട്ടുള്ള തോമസ് മാളിയേക്കലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ എനിക്ക് നൽകുന്നത്. ആ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് ഇതിൽ ആർക്കൊക്കെ വീടുകളുണ്ട് എന്നുള്ളത് അറിയുന്നത്. അതിനുശേഷമാണ് ഈ ഗ്രൂപ്പ് പിടിവലിയും ഈഗോ ക്ലാഷൊക്കെ തുടങ്ങുന്നത്. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ CPIയുടെ കൗൺസിലറായിട്ടുള്ള ബിജി സദാനന്ദൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിവേ അതവിടെ നിൽക്കട്ടെ. 5 വീടുകൾ ഒടുവിൽ പൂർത്തീകരിച്ച് 2024 ജനുവരി മാസത്തിലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവുള്ള VD സതീശൻ വന്ന് ഉദ്ഘാടന കർമ്മങ്ങൾ നടത്തുന്നത്. അപ്പോൾ 5 വീടുകൾ എന്ന് പറയുന്നത് ടോണി പുല്ലൻ എന്ന് പറയുന്ന ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ നൽകിയ ഭൂമിയിലാണ് 5 വീടുകൾ പണിത് കൊടുത്തത്. 5 വീടുകളുടെ തുക എന്ന് പറഞ്ഞാൽ കൊച്ചി സേലം പൈപ്പ് ലൈൻ കമ്പനിയുടെ CSR ഫണ്ട് 6 ലക്ഷം രൂപയും മണപ്പുറം ഫിനാൻസിൻ്റെയും ലയൺസ് ക്ലബിൻ്റെയും കൂടിയിട്ട് 2 ലക്ഷം രൂപയും ചേർത്തി 42 ലക്ഷം രൂപയായിരുന്നു 5 വീടുകളുടെ പദ്ധതിക്ക് വേണ്ടി ചിലവാക്കിയത്. ആ വീടുകൾ പൂർത്തിയാക്കിയതിന് ശേഷം മറ്റൊരു സുമനസ്സായിട്ടുള്ള തങ്കച്ചൻ കട്ടകയം എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം 70 സെൻറ്റ് സ്ഥലം ഈ പദ്ധതിയിലേക്ക് മാറ്റി വെച്ചു. പനമ്പള്ളി കോളേജിൻ്റെ പുറകിൽ 70 സെൻറ്റ് സ്ഥലം. ആ 70 സെൻറ്റ് സ്ഥലത്തിലും വീടുകൾ പണിയാനായിട്ടുള്ള പ്രൊജക്റ്റായിരുന്നു. അന്ന് VD സതീശൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ പരിപാടിയുടെയും നിർമ്മാണോദ്ഘാടനം പറഞ്ഞു മനസ്സിലായോ, നിർമ്മാണോദ്ഘാടനം കൂടി അന്ന് ആ വേദിയിൽ വെച്ച് നടത്തി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനെന്നറിയോ? ഈ തങ്കച്ചൻ കട്ടകയ എന്ന് പറയുന്ന ആൾ കൊടുത്ത ഭൂമി കിടക്കണ കിടപ്പാണ്. കുറച്ച് മണ്ണ് കൊണ്ട് അതിൽ ഉന്തിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വർണ്ണഗ്രഹം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങൾക്ക് ഇതിലേറ്റവും കൂടുതൽ സഹകരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട ആളുകൾ അവർ വരെ ഇത് വിസ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്യധികം മനോവിഷമ വേദനയുണ്ട്. ഞാൻ വിമർശിക്കാറുണ്ട് ഈ ജനപ്രതിനിധികളൊക്കെ തന്നെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി നഗരസഭയിൽ ഏതെങ്കിലും കാര്യം ചർച്ച ചെയ്യുമ്പോൾ, ഏതെങ്കിലും പദ്ധതികളോ ഏതെങ്കിലും വിഷയങ്ങൾ ചാലക്കുടി നഗരസഭയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അതിൽ 2 പേർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ആദ്യം ചിന്തിക്കും. അതൊന്ന് ഷിബു ആലപ്പനും അതിൻ്റെ ഭാര്യ ഇപ്പോഴത്തെ ചെയർപേഴ്സണായിട്ടുള്ള ആലീസ് ഷിബുവാണ്. അവരെന്താ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്ന് അറിയാനായിട്ടുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ട്. കാരണം പാവപ്പെട്ടവരുടെ വിഷമങ്ങളും പാവപ്പെട്ടവരുടെ ജീവിതവും ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന 2 വ്യക്തികളാണ് ഷിബു ആലപ്പനും ആലീസ് ഷിബുവും. പക്ഷേ ദൗർഭാഗ്യകരം എന്നാണ് പറയുക. ഷിബു ചേട്ടൻ ഒരു കൊല്ലം ചെയർമാനായി. എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സുവർണഗ്രഹം പദ്ധതിയിൽ അർഹതയുള്ള അല്ലെങ്കിൽ ഉറപ്പ് കൊടുത്ത വീട്ടിൽ ചെന്നൊക്കെ ഉറപ്പ് കൊടുത്ത ആ ജിഷോയ് എന്ന് പറയുന്ന ചേട്ടന് വീട് കിട്ടുന്നു. അതിനുശേഷം ആലീസ് ഷിബു ചെയർപേഴ്സണായി. ഇപ്പോഴും ആ പദ്ധതിയുടെ കിടപ്പ് എങ്ങനെയാണ്? ഈ സുവർണഗ്രഹം എന്ന് പറയുന്ന പദ്ധതിയുടെ കിടപ്പ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ജനങ്ങളുടെ മണമുള്ള ജനകീയ കുപ്പായം ഇട്ട് തന്ന നേതാക്കന്മാർ ഇത്തരം പദ്ധതിയെപ്പറ്റി വിസ്മരിക്കുമ്പോൾ എന്നെപ്പോലുള്ളവരും മിണ്ടാതിരിക്കില്ല. അത് നിങ്ങളോടുള്ള ശത്രുത കൊണ്ടൊന്നല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ആ പദ്ധതിയുടെ കിടപ്പ് എന്താ, കാടും പിടിച്ച് അവിടെ ചെയ്യേണ്ട ഒരു പ്രവർത്തനങ്ങളും നടക്കാതെ ആ ഭൂമി അങ്ങനെ കിടക്കുകയാണ്. അത് ആ ഭൂമി നൽകിയ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ തങ്കച്ചൻ കട്ടകയം എന്ന് പറയുന്ന ആൾ അത്രയും സ്ഥലം തന്നല്ലോ, 70 സെൻറ്റ്. നിസ്സാരം പോലെ 70 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞാൽ ആ സ്ഥലം തന്ന വ്യക്തിയോട് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? 32 ലക്ഷം രൂപ കൊണ്ട് വന്ന് കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇനി മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടി അവിടെ ഈ വീടുകളുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ നിർമ്മാണോദ്ഘാടനം നടത്തിപ്പോയ സംഗതിയാണത്. അവിടെ എവിടെയാണ്, എന്താണുള്ളത്? പുല്ലും കയറി കാടും പിടിച്ച് കുറേ മണ്ണും കൊണ്ട് കുത്തിയിട്ടുണ്ട്. ആ വഴി അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിദയനീയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ഓർമ്മപ്പെടുത്തലുകളിൽ അല്ലെങ്കിൽ ഓരോ സംഘടനകളുടെ ആയാലും അവരുടെ ജൂബിലി വർഷങ്ങളിൽ ഓർമ്മപ്പെടുത്തലായിട്ട് മാറേണ്ട സ്വർണ്ണഗ്രഹം പോലുള്ള വലിയ പദ്ധതികളുടെ പേരും ഇതൊക്കെ കളഞ്ഞു കുളിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാലക്കുടി നഗരസഭ ഏറെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച
അതായത് വീടുകളില്ലാത്തവർക്ക് വീടുകൾ കൊടുക്കുക, 50-ാം വർഷത്തോടനുബന്ധിച്ച് 50 വീടുകൾ എന്ന വലിയ സ്വപ്ന പദ്ധതി. ആ പദ്ധതിയുമായിട്ട് ഇപ്പോൾ യാതൊന്നും ചെയ്യുന്നില്ല, വിസ്മരിക്കപ്പെട്ട് കിടക്കുകയാണ് ആ പദ്ധതി. അതും പ്രധാനപ്പെട്ട ജനകീയ നേതാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള മനോവിഷമവും ദുഃഖവും എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രതിഷേധവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് ആശ കൊടുത്ത് സ്വപ്നങ്ങൾ നൽകി എല്ലാ കാര്യങ്ങളും നിനക്ക് വീടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അയാളെ ഏറ്റവും വലിയ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നതിന് തതുല്യമായ രീതികൾ അവലംബിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നത് നിങ്ങൾ പടുത്തുയർത്തിയ ഞാൻ പറഞ്ഞില്ല ജനകീയ കുപ്പായം ഇട്ട് തന്ന ചില നേതാക്കന്മാർ അവരുടെ കാലഘട്ടത്തിൽ പോലും ഇത് ഒന്നും നടക്കാതിരിക്കുമ്പോൾ അത്യധികം വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ഈ പദ്ധതി തുടങ്ങണം. സുവർണ്ണഗ്രഹം പദ്ധതി, അത് ചാലക്കുടി നഗരസഭയുടെ സ്വർണ്ണഗ്രഹം പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ജീവൻ വെപ്പിക്കണം. എന്താണ് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്നുള്ളത് അവസാനിപ്പിച്ച് അത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.